ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ പലരുടെയും ഉത്തരം ബുർജ് ഖലീഫ ആയിരിക്കും അല്ലേ? എന്നാൽ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ കെട്ടിടം ഏതാണെന്ന് അറിയാമോ? റൊമാനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന പാലസ് ഓഫ് പാർലമെന്റ് ആണ് ആ റെക്കോർഡിന്റെ ഉടമ. 41 ലക്ഷം ടൺ ഭാരമുള്ള ആ ഭീമാകാര നിർമ്മിതിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. റൊമാനിയൻ ഭരണാധികാരിയായിരുന്ന നിക്കോള ചൗഷസ്ക്യുവിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഈ കൊട്ടാരം. ഇന്ന് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളിൽ 2ാം സ്ഥാനത്താണുള്ളത്. ഈ കെട്ടിടത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭീമാകാരമായ ഭാരം. ഏകദേശം 4.1 ബില്യൺ കിലോ ഭാരമുള്ള ഈ കെട്ടിടം ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ മനുഷ്യനിർമ്മിതിയായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 10 ലക്ഷം ക്യൂബിക് മീറ്റർ മാർബിൾ, 7 ലക്ഷം ടൺ സ്റ്റീൽ, 3500 ടൺ ക്രിസ്റ്റൽ എന്നിവയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പുറമേ കാണുന്ന 12 നിലകൾ കൂടാതെ ഭൂമിക്ക് അടിയിൽ 8 നിലകളോളം നീളമുള്ള വലിയൊരു ഭാഗം ഈ കെട്ടിടത്തിനുണ്ട്. ഇതിൽ ആണവാക്രമണങ്ങളെ പോലും പ്രതിരോധിക്കാനാകുന്ന ബങ്കറുകൾ ഉൾപ്പെടുന്നുണ്ട്. ഒരു ചെറിയ നഗരത്തിന് ആവശ്യമായ അത്രയും വൈദ്യുതിയും ചൂടുമാണ് ഈ ഒരൊറ്റ കെട്ടിടത്തിനായി ഒരു വർഷം ഉപയോഗിക്കേണ്ടി വരുന്നത്. ആഡംബരത്തിന്റെ പര്യായമായ ഈ കെട്ടിടത്തിന്റെ പല ഹാളുകളും മുറികളും ഇന്നും ഉപയോഗിക്കപ്പെടാനാവാതെ കിടക്കുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. എങ്കിലും റൊമാനിയയിൽ എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമായി ഈ ഭാരമേറിയ അത്ഭുതം ഇന്നും നിലകൊള്ളുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ഈ കെട്ടിടം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. റൊമാനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലെ പാർലമെന്റ് കെട്ടിടമാണ് ഈ ഭാരമേറിയ കെട്ടിടം. ഈ പാർലമെന്റ് കെട്ടിടത്തിന്റെ അമിത ഭാരം താങ്ങാനാകാതെ ഭൂമിയിലേക്ക് പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇത്. 1967 മുതൽ 1989 വരെ റൊമാനിയയുടെ രാഷ്ട്രത്തലവനായിരുന്ന നിക്കോള ചൗഷസ്ക്യു 1970കളുടെ തുടക്കത്തിൽ ഉത്തര കൊറിയയിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു. അവിടെ കണ്ട വലിയ കെട്ടിടങ്ങളുടെ പ്രൗഢിയും മനോഹാരിതയും എല്ലാം നിക്കോളാസിന് വലിയ തോതിൽ ആകർഷിച്ചു. തിരിച്ചെത്തിയ നിക്കോളാസ് റൊമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. പല കെട്ടിടങ്ങളും തകർക്കുകയും പുതിയവ നിർമ്മിക്കുകയും മനോഹരമായ നടപ്പാതകൾ ഒരുക്കുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായി ആരെയും അമ്പരപ്പിക്കുന്ന പാർലമെന്റ് മന്ദിരം നിർമ്മിക്കണമെന്ന നിക്കോളാസിന്റെ ആഗ്രഹത്തിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. ആദ്യം ഹൗസ് ഓഫ് ദ റിപ്പബ്ലിക് എന്നും പിന്നീട് പീപ്പിൾസ് ഹൗസ് എന്നും പിന്നീട് പാർലമെന്റ് കൊട്ടാരം എന്നും ഈ കെട്ടിടം അറിയപ്പെട്ടു. 1984 ഔദ്യോഗികമായി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. സ്വന്തം ഭാരം താങ്ങാനാകാതെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാർലമെന്റ് കൊട്ടാരം. ഇത്രയേറെ ഭാരമുള്ളതിനാൽ തന്നെ ഈ കെട്ടിടം ഓരോ വർഷവും 6 മില്ലിമീറ്റർ വരെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ഭൂനിരപ്പിൽ നിന്ന് 84 മീറ്റർ വരെ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പാർലമെന്റ് കൊട്ടാരം 92 മീറ്റർ വരെ ഭൂമിക്കടിയിലും സ്ഥിതി ചെയ്യുന്നു. ആകെ 3.65 ലക്ഷം ചതുരശ്ര മീറ്ററാണ് ഈ കെട്ടിടത്തിന്റെ വിസ്തൃതി. അൻക പെട്രാഷു ആയിരുന്നു പാർലമെന്റ് കൊട്ടാരത്തിന്റെ ചീഫ് ആർക്കിടെക്ട്. വെറും 28 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അൻക പെട്രാഷു ദേശീയ ഡിസൈനർ കോമ്പറ്റീഷനിൽ വിജയിച്ചതോടെയാണ് ചീഫ് ആർക്കിടെക്റ്റായി മാറുന്നത്. ഏതാണ്ട് 700 ആർക്കിടെക്റ്റുകളും ആയിരക്കണക്കിന് തൊഴിലാളികളും അൻകുവിന്റെ കീഴിൽ പണിയെടുത്തു. 13 വർഷത്തോളം ഈ പാർലമെന്റ് കൊട്ടാരത്തിന്റെ നിർമ്മാണം നീണ്ടു. 1 ലക്ഷം ജോലിക്കാർ വരെ ഒരേ സമയം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വിദഗ്ധ തൊഴിലാളികൾക്ക് പുറമെ സാധാരണക്കാരും പട്ടാളക്കാരും തടവുകാരും എല്ലാം നിർമ്മാണത്തിന്റെ ഭാഗമായി. ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അപകടങ്ങളും ഉണ്ടായി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 27 പേർ നിർമ്മാണ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരമുള്ള മരണസംഖ്യ ഇതിനേക്കാൾ 10 മടങ്ങ് വരും. 2020 ഏതാണ്ട് 4 ബില്യൺ യൂറോയാണ് ഈ കെട്ടിടത്തിന്റെ മൂല്യമായി കണക്കാക്കപ്പെടുന്നത്.